ഡിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ജനങ്ങൾ വോട്ട് ചെയ്തതും ഡിൻ്റെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ടാണ്. ഡി ഷാഫി പറമ്പിലും. പിന്നെ ഇതിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഡൽഹി കിടക്കണ MP ആയി കിടക്കണ മൂപ്പര് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രി ആണെന്ന് പറഞ്ഞാൽ നടക്കുമോ? സംഗതി നല്ലൊരാൾ തന്നെയാണ് KC. പക്ഷേ എങ്കിലും കൂടി പെട്ടെന്ന് വന്നിട്ടൊരു ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രി ആവുക, പിന്നെ ഒരു ഇലക്ഷൻ നടത്തുക, ഇതൊക്കെ നിങ്ങൾ ഇന്ത്യയൊക്കെ പൈസ അല്ലേ പോണത്. ഞാനൊന്നും ഗ്രൂപ്പില്ല, പണ്ടേ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഇങ്ങനെയുള്ള വേണ്ടാത്ത കളി വരുമ്പോൾ അതിന് പ്രതികരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഉറച്ച കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, ഒരു ഗ്രൂപ്പും ഇല്ല. ഇത് ജനങ്ങളുടെ വികാരത്തിനൊപ്പമാണ് ഇവിടുത്തെ കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ. അതാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. VD സതീശന് അനുകൂലമായിട്ട് ആരുടെയും നിർദ്ദേശപ്രകാരമല്ല ഇന്നിങ്ങനെ ആളുകൾ കൂടിയത്. പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനൊരു മെസ്സേജ് വന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി. കേരളത്തിലെ ഇന്നത്തെ UDFൻ്റെ ഈ വിജയത്തിന് അതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രേരകമായ ശക്തി ഉണ്ടായിട്ടിരിക്കുന്നത് VD സതീശൻ്റെ മൂപ്പരുടെ ആ നേതൃത്വ പാഠവും ആളുകളോട് യോജിച്ചു കൊണ്ടുപോയതും എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയതും ഒക്കെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനാണ് ഈ വിജയത്തിൽ അർഹത. അത് ഹൈക്കമാൻഡും എല്ലാവരും മനസ്സിലാക്കുമെന്ന് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. VD സതീശൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 5 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേരളത്തിൽ പടുത്തുയർത്തിയത് VD സതീശനാണ്. സതീശനാണ് അർഹതയുള്ളൂ, വേറെ ആർക്കും അർഹതയില്ല. അദ്ദേഹത്തിൻ്റെ പ്രവചനം 100-ൽ കൂടുതൽ സീറ്റ് കോൺഗ്രസിന് വാങ്ങിക്കൊടുക്കും, UDFന് വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞു. 13 മന്ത്രിമാരെ പരാജയപ്പെടുത്തി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക കഠിനമായൊരു പ്രവർത്തനത്തിൻ്റെ നേട്ടമായിട്ടാണ് ഇന്ന് UDF കേരളത്തിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ അതിന് തീർത്തും അവകാശം VD സതീശന് മാത്രം കേരളത്തിന് മുഖ്യമന്ത്രിയാണുള്ളൂ. അല്ല, ഞങ്ങൾ കോൺഗ്രസിനെതിരല്ല, ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ് ഞങ്ങൾ യാതൊരു മാറ്റമില്ല. കോൺഗ്രസിന് ഉള്ളതിൽ നിന്നും ഈ KC വേണുഗോപാൽ എന്ന ഹൈക്കമാൻഡിൽ ഒരു പ്രതിനിധിയാണ്. ആ KC വേണുഗോപാലിനെതിരാണ് ഞങ്ങൾ. KC വേണുഗോപാൽ ഒരിക്കലും കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ അർഹയല്ല. ഇനി അഥവാ 6 മാസം കഴിഞ്ഞ് KC വേണുഗോപാൽ ഏത് ജില്ലയിൽ മത്സരിച്ചാലും ആ ജില്ലയിലെ പ്രവർത്തകരെ തോൽപ്പിച്ചിരിക്കും.